തെമ്മാടിത്തമ്പുരാൻ ഭാഗം 9. രചന അവതരണം ദിവ്യരാജ്. ആശ പറയുന്നത് കേട്ടതേ പെരുവിരലിൽ നിന്നൊരു വിറയൽ മുകളിലേക്ക് അരിച്ചു കയറി അമ്പിളിക്ക്. ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. വിവാഹത്തിനിനി കുറച്ചു നാളല്ലേ ഉള്ളൂ. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ ഇവനൊക്കെ. എന്നാലും എൻ്റെ അമ്പിളി, നിന്റെ കാര്യമാ കഷ്ടം. അറിഞ്ഞോണ്ട് കുഴിയിലേക്ക് ചാടിയ പോലുണ്ട്. ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ആശേച്ചി അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അമ്പിളി. പിന്നെ തോന്നിയൊരു ധൈര്യത്തിന് ആൾക്കൂട്ടം ലക്ഷ്യം വെച്ച് പായുകയായിരുന്നവൾ. ചുറ്റിലും കൂടി നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റി അവർക്കിടയിലേക്ക് നൂണ്ടു കയറിയതും കണ്ടു നിലത്ത് കിടന്ന് നിരങ്ങുന്ന മാക്രിസുഗുവിനെ. ചുരുണ്ടുകൂടി വയറിൽ കൈതാങ്ങി കിടപ്പുണ്ടയാൾ. ടാ വിടടാ, കൊല്ലും ഞാനീ നായെ. അലർച്ച കേട്ട് നോക്കുമ്പോൾ കണ്ടത് തൊട്ടപ്പുറത്തായി രഞ്ജുവും അച്ചുവും കൂടി പൂട്ടിട്ട് പിടിക്കാൻ പാടുപെടുന്നവനെയും. രണ്ടുപേരും സർവശക്തിയും എടുത്ത് പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ടവനെ. അവരിൽ നിന്നും കുതറിയകലാൻ ശ്രമിച്ചുകൊണ്ട് അവനും. മതമിളകിയ കൊമ്പനെ പോലെ കൊല്ലാനും തയ്യാറെടുത്തുള്ള അവൻ്റെ ആ നിൽപ്പ് കണ്ടതേ വിറച്ചുപോയവൾ. ഡാ അമ്പിളി. അവളെ കണ്ടതും അച്ചു അവന് കേൾക്കാൻ പാകത്തിന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുഖമുയർത്തി നോക്കുമ്പോൾ കരയാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖത്താണ് നോട്ടമെത്തിയത്. ആ നിമിഷം ദേഷ്യമൊക്കെ വിട്ടകന്ന പോലെയൊന്ന് അയഞ്ഞവൻ. അത് മനസ്സിലാക്കിയ പോലെ അച്ചുവും രഞ്ജുവും പിടിവിട്ടിരുന്നു. അവൾക്ക് മുഖം കൊടുക്കാൻ കഴിഞ്ഞില്ലവന്. അഴിഞ്ഞു തുടങ്ങിയ മുണ്ടൊന്ന് മുറുക്കിയൊടുക്കവേ മനസ്സിലേക്ക് വന്നത് അവൾ പറഞ്ഞതൊക്കെയായിരുന്നു. നിക്ക് ഇഷ്ടല്ല കുടിക്കണതും വലിക്കണതും തല്ലുപിടിക്കണതും. വീണ്ടും ആ മുഖത്തേക്കൊന്ന് നോക്കി. നിർവികാരതയോടെ നോക്കി നിൽപ്പാണവൾ. അവളുടെ ആ നിൽപ്പ് കണ്ടതേ വല്ലായ്മ തോന്നി രുധിന്. പെട്ടെന്ന് തിരിഞ്ഞ് റോഡിലേക്ക് നടക്കാൻ തുടങ്ങിയവൻ പിന്നാലെ അച്ചുവും രഞ്ജിത്തും. അവിടെ കൂടിയവരുടെ കണ്ണുകൾ അമ്പിളിയിൽ തന്നെയായിരുന്നു. അമ്പിളിയും രുധിനുമായുള്ള വിവാഹം ഉറപ്പിച്ച കാര്യം ഇതിനോടകം നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു. എല്ലാവരുടെയും ദൈന്യതയേറിയ നോട്ടം താങ്ങാനാവാത്തതുപോലെ കടയിലേക്ക് നടന്നവൾ. എന്തായി? കൊന്നോ അവനെ? യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ആശേച്ചി ചോദിച്ചു. അച്ചുവേട്ടനും രഞ്ജിയേട്ടനും പിടിച്ചു മാറ്റിയിരുന്നു, മെല്ലെ പറഞ്ഞവൾ. ഇവനൊക്കെ ഒരിക്കലും നന്നാവാൻ പോണില്ല കൊച്ചേ. വെറുതെ നന്നാക്കാനാന്നും പറഞ്ഞ് പെണ്ണ് കെട്ടിച്ചിട്ട് എന്തിനാ? ഈ പെണ്ണിൻ്റെ ജീവിതം കൂടി തകരയുള്ളൂ. നിന്റെ വിധി അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ മോളെ. നിന്നെപ്പോലെ നല്ലൊരു കൊച്ചിന് ഇവനെപ്പോലൊരു റൗഡിയെ കിട്ടിയുള്ളൂ. ഇന്നാട്ടില് ചെക്കന്മാർക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണോ? ഇത്തിരി ദേഷ്യത്തോടെയാണ് ആശേച്ചി അത് പറഞ്ഞത്. എന്നോടുള്ള സ്നേഹം കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. രുധിയേട്ടൻ ഇങ്ങനെ തല്ലു പിടിച്ച് നടക്കണത് കൊണ്ട് ആളെ ചേച്ചിക്ക് തീരെ പിടിക്കില്ല. ഈ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ വഴക്കാണ് ആള്. നോവോടെ ഓർത്തവൾ. ഞാനീ പറയുമ്പോൾ നിനക്കൊന്നും ചെവിയിൽ കയറില്ല അമ്പിളി. അനുഭവം ഉള്ളോണ്ടാ ചേച്ചി ഈ പറയണത്. മോൾക്കറിയാലോ, ഞാനും സുമേഷേട്ടനും പിരിയാനുണ്ടായ സാഹചര്യം. വിവാഹത്തിന് മുന്നേ ആളുടെ സ്വഭാവമൊന്നും അത്രയ്ക്ക് നന്നല്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒക്കെ നേരെയാമെന്ന് പറഞ്ഞ എല്ലാവരും കൂടി ആളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത്. പൊന്നും പണവും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ആളെ വിട്ടപ്പോൾ പുര നിറഞ്ഞു നിൽക്കണ പെങ്ങളെ എങ്ങനെയും കുടിയൊഴിപ്പിച്ച് വിടണമെന്നേ എൻ്റെ ആങ്ങള ചിന്തിച്ചുള്ളൂ. എൻ്റെ കാര്യം കണ്ടാലല്ലേ ഓനൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റൂ. അത്യാവശ്യം ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ആവശ്യത്തിന് വിൽക്കാനെന്നും പറഞ്ഞ് തളർന്നു കിടക്കണ അമ്മയുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് തന്നതോ നക്കാപ്പിച്ച പോലെ 10 പവനും 50,000 രൂപയും. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചു നാള് ഒരു പ്രശ്നവുമില്ലാതങ്ങ് പോയി. പതിയെ പതിയെ മാറി നിന്ന കൂട്ടുകാരൊക്കെ വീട് തേടി വന്നു തുടങ്ങി. കുടി തുടങ്ങി. ജോലിക്ക് പോണത് മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ടും പരമാവധി പിടിച്ചു നിന്നു. ആളെ എൻ്റെ വരുതിയിലാക്കാൻ നോക്കി, നടന്നില്ല. കാശില്ലാതെ വരുമ്പോൾ എൻ്റെ സ്വർണമെടുത്ത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ചോദിക്കാൻ ചെന്നാൽ കേട്ടാൽ അറയ്ക്കണ ചീത്തയും തല്ലും. വിധിയാണെന്ന് കരുതി സഹിച്ചു. സ്ത്രീധനമായി കിട്ടിയതൊക്കെ കണ്ട കള്ളുഷാപ്പുകാർ കൊണ്ടുപോയി. ഇതിനിടയിൽ പിള്ളേര് 2 എണ്ണം പിറക്കുകയും ചെയ്തു. പിന്നെ ഒക്കെ സഹിച്ചത് അവരെ ഓർത്തായിരുന്നു. പക്ഷെ നാള് കഴിയും തോറും ആൾക്കെന്നെ മടുത്തു തുടങ്ങി.
പതിയെ വീട്ടിലേക്ക് പോലും വരാണ്ടായി. വല്ലപ്പോഴും വന്ന് തല കാട്ടിയിട്ട് പോവും. അന്യനെ പോലെ അന്വേഷിച്ചപ്പോഴോ അറിയണതേ ഏതോ ഒരു തമിഴത്തിയുമായി ബന്ധമുണ്ടെന്ന്. അന്വേഷിച്ചു ചെന്നപ്പോ സത്യ. പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. ആ ബന്ധം അവിടെ അറുത്തു മുറിച്ച് എൻ്റെ കുട്ടിയോളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. പറയവേ കരഞ്ഞു പോയവർ. ആണുങ്ങളായാൽ അങ്ങനാ, പെണ്ണൊക്കെ സഹിക്കണമെന്ന ആങ്ങള. എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുക, കെട്ടിച്ചു വിട്ട പെങ്ങളെയും പിള്ളാരെയും കൂടി പോറ്റണ കാര്യം വലിയ കഷ്ടാന്ന്. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നിന്റെ അമ്മാവൻ കുഞ്ഞിരാമേട്ടനാ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട് റെഡിയാക്കി തന്നത്. പിന്നെ ഇടത്തെ ജോലിയും. ആരും മാറില്ല മോളെ. പെണ്ണ് സർവം സഹിക്കണമെന്ന് പറഞ്ഞു തരാൻ ഒത്തിരി പേരുണ്ടാവും അന്നേരം. പക്ഷേ വേദനപ്പെടണത് കാണാനോ ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടാവില്ല. ആശയുടെ വാക്കുകൾ തീക്കനൽ പോലെ നെഞ്ചിനെ പൊള്ളിച്ചു അമ്പിളിയുടെ. എൻ്റെ ദേവി, ആശിച്ചടി ഗതിയാവോനിക്ക് ദീർഘമായൊന്ന് നിശ്വസിച്ചവൾ. ഓരോ ജോലികളിൽ ഏർപ്പെടുമ്പോഴും മനസ്സ് കലുഷിതമായിരുന്നു. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ എന്ന് പോലും ആലോചിച്ചു പോയവൾ. താലി വരെ പണിയാൻ കൊടുത്തു. നാട് മുഴുവൻ അറിയുകയും ചെയ്തു. ഇനി എങ്ങനാ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്? ഹൃദയമിടിപ്പ് ഉയർന്നു അതേപ്പറ്റി ആലോചിച്ചപ്പോഴെല്ലാം. എന്തായാലും അമ്മയോട് സംസാരിക്കാം. അമ്മ കൂടി അറിഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം, സ്വയം ആശ്വസിച്ചവൾ. അന്നും രുധിനെ കാണണ്ടാന്ന് മനസ്സിൽ കരുതിയത് കൊണ്ട് കാവിനടുത്തുള്ള വഴിയെയാണ് വീട്ടിലേക്ക് തിരികെ പോയത്. ഇടയ്ക്ക് പലതവണ രുധിൻ അവളെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും മനഃപൂർവ്വം കോൾ അറ്റൻഡ് ചെയ്തില്ല. ഈ വിവാഹം വേണോ അമ്മേ? ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിക്കണമെന്ന് കരുതിയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. നിവർത്തി വെച്ച പല നിറത്തിലെ പട്ടുസാരികളിൽ കണ്ണോടിച്ചിരിക്കുന്ന അമ്മയെ കണ്ടതും ചോദിക്കാൻ വന്നത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഇതൊക്കെ എവിടുന്നാ അമ്മേ? ഹാളിലേക്ക് കയറവേ ചോദിച്ചുകൊണ്ട് ബാഗ് എടുത്ത് ടേബിളിന് മുകളിൽ വച്ചവൾ. ഇന്ന് നാരായണീയത്തിലെ വല്യമ്പ്രാട്ടിയും കുഞ്ഞിരാമേട്ടനും ഈടേക്ക് വന്നിരുന്നു. ഓര് കൊണ്ടുവന്നതാ. ഇതൊക്കെ ഞങ്ങൾക്കുള്ള സാരിയും വസ്ത്രങ്ങളുമാ. മോൾക്കുള്ളത് ഏതോ വലിയ നെയ്ത്തുശാലയിൽ ഏൽപ്പിച്ചിരിക്കുവാന്ന്. കിട്ടിയ ഉടനെ കൊണ്ടുവരുമെന്ന്. ദേ നോക്കിയേ, മോൾക്ക് വിവാഹത്തിന് അണിയേണ്ട ആഭരണങ്ങളാ. ഒക്കെ കൂടി 10-40 പവനോളം വരും. ഇഷ്ടായൊന്ന് നോക്കാൻ പറഞ്ഞു. ഇഷ്ടപ്പെടാത്ത ഡിസൈൻ ഉണ്ടെങ്കിൽ തമ്പ്രാട്ടി അറിയിച്ചാൽ മതി, മാറ്റി വാങ്ങാന്ന് പറഞ്ഞു. ആടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിത്രേ. കല്യാണക്കുറിയൊക്കെ തയ്യാറാക്കാൻ കൊടുത്തൂന്ന്. സദ്യയ്ക്ക് മറ്റുമുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തുടങ്ങിയെന്ന്. നമ്മളൊന്നും അറിയണ്ട, ഒക്കെ ഓര് നോക്കിക്കോളാന്ന്. എൻ്റെ കുട്ടിയുടെ ഭാഗ്യം. ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, അന്നത്തിനും ഉടുതുണിക്കും എല്ലാത്തിനും. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലാലോ. ആശ്വാസത്തോടെയുള്ള കണ്ണുനീർ തുള്ളികൾ അവരുടെ കവിളിണകളെ നനയിച്ച് കൊണ്ടുപോയത് കണ്ടവൾ. വരുന്നത് വരട്ടെ, എന്തായാലും ഈ വിവാഹത്തിൽ നിന്നൊരു മിന്മാറ്റം വേണ്ട. മനസ്സ് മരവിപ്പിച്ചുകൊണ്ട് അമ്പിളി ആ തീരുമാനമെടുത്തു. എന്താടാ രുധി ഇത്? ഓള് വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് വെച്ച് ഈ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാവുന്നേ? കയ്യിലിരുന്ന മദ്യ ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് രാമു അവനെ നോക്കി. വെരികിനെ പോലെ ഞെളുപിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നവനെ തന്നെ നോക്കിയിരുന്നു അച്ചുവും രഞ്ജുവും. ഡാ, ഓള് പിണങ്ങിന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ഈ വിവാഹം വേണ്ടെന്നെങ്ങാനും പറയോന്നാ പേടി. ആദ്യോടെ പറഞ്ഞു രുധിൻ. ഓള് പോയെങ്കിൽ പോട്ടടാ. ഓള് പോയ ഓളുടെ അമ്മ. നിനക്കാണോ ഇന്നാട്ടിൽ പെണ്ണ് കിട്ടാത്തെ? രാമുവിന്റെ ആ പറച്ചിൽ കേട്ടതെ കാലി അരച്ചു കയറി രുധിന്. ആഞ്ഞൊരു ചവിട്ടായിരുന്നു അവന്റെ തോളത്ത്. പന്ന മോനെ, നിന്നെ പോലെ കാണണ അവളുമാരെ പിന്നാലെ പോണവനല്ല ഞാൻ. എനിക്ക് അവളെ പ്രാണനാ. അവളല്ലെങ്കിൽ വേറെ പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. പല്ല് ഞെരിച്ച് പറഞ്ഞതും, ഓ നീ വലിയ പുണ്യാളൻ. കല്യാണം കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓളുടെ കൂടെ 2-4 ദിവസം കിടന്നു കഴിയുമ്പോൾ നിനക്ക് ഓളെ മടുക്കും. അന്നേരം തോന്നും വേറെ കൂടി കിട്ടിയെങ്കിലെന്ന്. നിലത്ത് വീണ് കിടന്നുകൊണ്ട് രാമു അത് പറഞ്ഞതും അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. പാഞ്ഞു വന്ന് അവനെ തല്ലാനും ചവിട്ടാനും തുടങ്ങിയതും അച്ചുവും രഞ്ജുവും കൂടി തടഞ്ഞു. എടാ മതി, ഓൻ ചത്തുപോകും. രഞ്ജിത്ത് അവനെ കൂട്ടിപ്പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ചാവട്ടടാ നായ, പറഞ്ഞത് കേട്ടില്ലേ? ഓളെ എനിക്ക് മടുക്കുന്ന്. അതിനാണോടാ ഞാൻ ഓളെ മതിയെന്ന് വല്യമ്മയോട് വാശി പിടിച്ചേ? അവൻ അലറി. ഡാ രാമു, ഓൻ്റെ കൈ കൊണ്ട് ചാവണ്ടാങ്കി എണീറ്റ് പോവാൻ നോക്കടാ. അച്ചു അലറി.
ചെറ്റേ, ഇമ്മാതിരി വിടക്ക് വർത്തമാനം പറയണത് ഇവിടെ നിർത്തിക്കോ നീ. ഇല്ലേൽ ചങ്ങാതിയാണെന്ന് നോക്കില്ല ഞാൻ, ചവിട്ടി ഒതുക്കും. തട്ടിക്കൂട്ടി എണീറ്റ് പുരയിടം വഴി ഓടുന്ന രാമുവിനെ നോക്കി അലറി രുധിൻ. ഇടം മതി, ഇന്നിനിയിപ്പോ വീട്ടിൽ പോവാൻ നോക്ക്. വല്യമ്മ തനിച്ചല്ലേ, അവളോട് ഒക്കെ നാളെ സംസാരിക്കാം. രഞ്ജു അവനെ ആശ്വസിപ്പിച്ചു. പറ്റില്ലടാ, ഇന്ന് ആലിന്റെ ചോട്ടിൽ കാത്തു നിന്നതാ ഞാൻ അവളെ. വന്നിട്ടില്ല, എന്നെ കാണാണ്ടിരിക്കാനാവും വേറെ വഴിയെ പോയത്. വിളിച്ചിട്ടാണേ ഫോണും സ്വിച്ച് ഓഫ്. എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കാടാ. തലമുടി വിരലുകളാൽ കൊരുത്തു വലിച്ചവൻ. അവളെ കുറ്റം പറയാനും പറ്റോടാ, അങ്ങനത്തെ കാഴ്ചയല്ലേ കണ്ടത്. വിവാഹത്തിന് ഇനി നാളുകളെ ബാക്കിയുള്ളൂ, അപ്പോഴല്ലേ നിന്റെ തല്ലുപിടുത്തം. അച്ചു ശാസിച്ചു. എടാ, എനിക്കവളെ കാണണം ഇപ്പോ, അല്ലാണ്ടിനി ഉറക്കം വരില്ല. വല്ലായ്മയോടെ അച്ചുവിനെ നോക്കി രുധിൻ. ഇപ്പോഴോ? ഹേയ്, അതൊന്നും വേണ്ടാടാ. ഈ രാത്രിയിൽ അതൊന്നും ശരിയാവില്ല. നീ ചെല്ല്, വീട്ടിലേക്ക് പോവാൻ നോക്ക്. നിക്ക് പോണം, ഓളെ കാണണം. വീണ്ടും എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ചാവിയും എടുത്ത് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നവൻ. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്